മോള് മാറിക്കോ, ബാക്കി ഞാൻ അറിഞ്ഞോളാം. അഖിലേച്ചിയുടെ ഒരു കാര്യം, എപ്പോ നോക്കിയാലും സങ്കടവും കണ്ണീരും. എല്ലാം കലങ്ങി തെളിഞ്ഞിട്ടും ചേച്ചി വീണ്ടും ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്തിനാ? ആകാശേട്ടനെ ചേച്ചിക്ക് തന്നെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാ ഈ സങ്കടം? അല്ല, ഞാൻ സങ്കടപ്പെട്ടു നിങ്ങളോട് ആര് പറഞ്ഞു? അഖിലേച്ചി കരയുന്നതും കണ്ണീര് തുടയ്ക്കുന്നതും ഞങ്ങള് കണ്ടതാണല്ലോ. ഈ മുഖം കണ്ടാ തന്നെ അറിയാലോ ചേച്ചി ഇത്രയും നേരം കരയുമായിരുന്നു എന്ന്. ഇനി ഒരിക്കലും അഖിലേച്ചിയുടെ കണ്ണ് നിറയാൻ പാടില്ലെന്ന് അമൃതേച്ചി പറഞ്ഞിട്ടുണ്ട്. അതെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടരുത്. എന്റെ പിള്ളേരെ, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഇത്രയും നേരം അഖിലമോള് ഇവിടെ ഇരുന്ന് സവാള അരിയുമായിരുന്നു, അതിന്റെയായി കണ്ണ് നിറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ചമ്മി പോയില്ലേ? ഓ, രാവിലെ തന്നെ വലിയ ഉപദേശമായിട്ട് വന്നിരിക്കുന്നു. കിണിക്കണ്ട, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാർക്കും പറ്റും. എന്തായി രാവിലത്തെ നിങ്ങളുടെ കസർത്ത്? ഫിസിക്കൽ ടെസ്റ്റ് ആദ്രമോള് കടന്നു കിട്ടോ? ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുവാണെങ്കിൽ അത് ഇത്തിരി കടുപ്പായിരിക്കും ചേച്ചി. മടിച്ചാന്നേ, പക്ഷേ ഇവളെ നേരെയാക്കി എടുക്കാൻ വേറൊരു സംഭവം വന്നിട്ടുണ്ട്. അതെന്താ? ജീവൻ തോമസ് സാറ് വിളിച്ചിരുന്നു. ആരാ അത്? റിട്ടയർഡ് ഡിവൈഎസ്പിയാ. ആളിപ്പോ ഫേമസ് ഫിസിക്കൽ ട്രെയിനറാ. സ്ട്രോങ് മൈൻഡ്സ് എന്നൊരു സ്ഥാപനവും നടത്തുന്നുണ്ടത്ര. നാളെ തൊട്ട് 3 ദിവസം പൊന്മുടിയില് സാറിന്റെ ട്രെയിനിങ് ക്യാമ്പുണ്ട്. ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ പൊന്മുടിയിലേക്കോ? അതിവിടുന്ന് എത്ര ദൂരാന്ന് വല്ല ബോധമുണ്ടോ? അറിയാം ചേച്ചി, ഞങ്ങൾക്ക് അവിടെ പരിചയക്കാരൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് പെൺകുട്ടികൾക്ക് സേഫ് ആയൊരു ഹോം സ്റ്റേ സാർ എന്നെ അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചത് അങ്ങനെ ആരെങ്കിലും ഒരാളല്ലല്ലോ ചേച്ചി. ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ആളിന്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തു. സർവീസിലിരുന്ന കാലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് അതിക്രമങ്ങളില് സ്ട്രിക്റ്റ് ആയ ആക്ഷൻ എടുത്ത ഓഫീസറാ. ഇപ്പൊ പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം ഫിസിക്കൽ ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്നു. അത് മാത്രമല്ല ചേച്ചി, അഭിയേട്ടൻ വഴി കോച്ചിങ് സെന്ററിൽ നിന്ന് പറഞ്ഞിട്ടാ ജീവൻ തോമസ് സാറ് ഞങ്ങളെ വിളിച്ചത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇത്രയും ദൂരം, അതും 3 ദിവസം എന്നൊക്കെ പറയുമ്പോ എന്തോ ഉള്ളിലൊരു പേടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.